ഇനി അങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇനി ഈ എക്സാംസ് ഒക്കെ തന്നെ വീണ്ടും അടുത്ത വർഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എൻ്റെ എക്സാംസിൽ വന്ന ചേഞ്ചസിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഹായ്, വെൽക്കം ടു എൻട്രിയ. നമ്മുടെ IBPS RRB റീജിയണൽ റൂറൽ ബാങ്കിന്റെ ക്ലർക്കിന്റെ എക്സാംസ് ഒക്കെ ഇപ്പോൾ റീസെന്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു എക്സാംസിന്റെ അനലൈസിസ് ഒക്കെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ടുണ്ടായിരുന്നു, ഡേ 1 ഡേ 2 എന്നൊരു ആംഗിൾ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ലൈക്ക് ഇതിന്റെ ഒരു കട്ട് ഓഫ് ഏകദേശം എത്രത്തോളം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. സോ ഈ ഒരു സെഷനിലും നമ്മൾ അതൊന്ന് ആ ഒരു കട്ട് ഓഫ് ഏകദേശം എന്ത് റേഞ്ച് വരാൻ സാധ്യതയുണ്ട്, ഇതിന് മുമ്പുള്ള കട്ട് ഓഫ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുകയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ എല്ലാവരും വെൽക്കം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു RRB ക്ലർക്കിന്റെ എക്സാംസ് എടുക്കുകയാണെങ്കിൽ ഈ വട്ടത്തെ നമ്മുടെ വേക്കൻസി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു വേക്കൻസിയാണ് നമുക്ക് കേരളത്തിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ഓഫ് അവിടെ വേക്കൻസി കൂടുതലായതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഒരുപാട് കൂടാൻ സാധ്യതയില്ല. നമ്മളിപ്പം നമ്മുടെ ലാസ്റ്റ് ഒരു 5 ഇയേഴ്സ് കട്ട് ഓഫ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് 77 വരെയാണ് പോയിട്ടുള്ളത് ഔട്ട് ഓഫ് 80. അപ്പോൾ അവിടെ വരെ നമുക്ക് പോകാൻ സാധ്യതയില്ല. പക്ഷേ ഏകദേശം എവിടെ വരെ പോകാൻ സാധ്യതയുണ്ട്, ലൈക്ക് ഏറ്റവും മിനിമം ഏകദേശം എവിടെ വരെ പോകാം, ഏറ്റവും മാക്സിമം എവിടെ വരെ പോകാം, മോസ്റ്റ്ലി അതിൻ്റെ ഒരു വരാൻ സാധ്യതയുള്ള ഒരു എക്സ്പെക്റ്റഡ് റേഞ്ച് എന്താണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം വിത്ത് നമ്പേഴ്സ്. ലൈക്ക് നമുക്ക് ആ ഒരു എക്സാം നടന്നപ്പം മോസ്റ്റ് ഓഫ് ദി കാൻഡിഡേറ്റ്സിൻ്റെയും അറ്റൻഡ് ചെയ്ത ഒരു ഗുഡ് അറ്റംപ്റ്റിൻ്റെ ആവറേജ് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായിക്കൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം. ജസ്റ്റ് റാൻഡം ആയിട്ടുള്ള ഒരു ഗസ്റ്റിന് പകരം നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു നമ്പേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ മുമ്പുള്ള സെഷൻ നമ്മുടെ ആ ഒരു IPS RRB ക്ലർക്കിന്റെ എക്സാമിന്റെ അനലൈസിസിന്റെ സെഷൻ ഫോളോ ചെയ്തവർക്ക് അറിയായിരിക്കും, ഏകദേശം ഓരോ ദിവസവും ഓരോ ഷിഫ്റ്റുകളിലും ഈ ഒരു റീസണിങ് ആയാലും ശരി, നമ്മുടെ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ആയാലും ശരി, ഇതിൽ ഒരു മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും എഴുതിയ ഒരു ഗുഡ് അറ്റംപ്റ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അറ്റംപ്റ്റ് എല്ലാം ഓക്കെ, ലൈക്ക് നമ്മുടെ ആ ഒരു എക്സാം നടന്ന 3-4 ദിവസം ആ ഒരു അറ്റംപ്റ്റുകളെല്ലാം കൂടി ചെക്ക് ചെയ്തതിന് ശേഷം അവിടെ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരുടെയും അറ്റംപ്റ്റ് നിന്ന് റേഞ്ച് ഉണ്ട്. ആ ഒരു റേഞ്ചിനെ എടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു കട്ട് ഓഫ് ഏകദേശം എവിടെ വരെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. 2026 ബാങ്ക് SSC കലണ്ടർ ഉടൻ വരുന്നു. വരാനിരിക്കുന്നത് 1,00,000-ൽ പരം അവസരങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സിനൊപ്പം വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി നേടിയെടുക്കാം. അതും ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫേഴ്സിൽ. എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി ബാങ്ക് SSC RRBയുടെ എല്ലാ കോഴ്സുകളും 40% വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. കൂടെ അൺലിമിറ്റഡ് വാട്സ്ആപ്പ് ആക്സസും. കൂടാതെ ഈ മാസം ഗോൾഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ 3 പേർക്ക് നേടാം അൺലിമിറ്റഡ് ട്രാക്ക് വാലിഡിറ്റി. പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഓഫേഴ്സ് എന്താണെന്ന് അറിയൂ. സോ നമ്മുടെ IBPS RRB ആ ഒരു ക്ലർക്ക് 2025 എക്സാംസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നടന്ന എക്സാംസിന്റെ ഷിഫ്റ്റുകളെല്ലാം എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ വട്ടത്തെ എക്സാം കമ്പാരിറ്റീവ്ലി ഇതിന് മുമ്പുള്ള വർഷം നടന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമായിരുന്നു എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. കുറച്ചുകൂടി ഈസി ആയിരുന്നു കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് ഇയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി അതിലും തന്നെ നമുക്ക് റീസണിങ് എബിലിറ്റി ആയാലും ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ആയാലും ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ റേഞ്ചിനകത്തെ വന്നിട്ടുള്ള എല്ലാ ഷിഫ്റ്റുകളിലും മോർണിംഗ് ആദ്യം നടക്കുന്ന 2 ഷിഫ്റ്റുകൾ കൂടുതൽ എളുപ്പം, അതിനുശേഷം ഒരു 3rd and 4th ഷിഫ്റ്റ് ആണ് കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ആ ഒരു മോർണിംഗ് ഉണ്ടായിരുന്ന ഷിഫ്റ്റിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ഷിഫ്റ്റ് ആയിട്ട് പലർക്കും ഫീൽ ചെയ്തത്. പക്ഷെ നമുക്ക് ആ അറ്റംപ്റ്റ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീസണിംഗിലേക്ക് വരുമ്പോൾ മോസ്റ്റ് ഓഫ് ദി ആളുകളുടെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ 33 to 37 ആണ് മോസ്റ്റ് ഓഫ് ദി ആളുകളുടെയും അറ്റംപ്റ്റ് വന്നത് ഔട്ട് ഓഫ് ആ ഒരു 40 എന്ന് പറയുന്നത്. പക്ഷെ അതേ സ്ഥലത്ത് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ എഗെയിൻ ആ ഒരു ഈസി ടു മോഡറേറ്റ് കാറ്റഗറി തന്നെ ആയിരുന്നു. പക്ഷെ അറ്റംപ്റ്റ് മോസ്റ്റ് ഓഫ് ദി ഷിഫ്റ്റ് ഇൻ സെർച്ച് നമ്മൾ നോക്കിയ സമയത്ത് നമുക്ക് അവിടെ മനസ്സിലായെന്ന് പറഞ്ഞാൽ പലരുടെയും 30 to 34 ആയിരുന്നു. പക്ഷെ 30യുടെ താഴേക്ക് അങ്ങനെ പോയത് വളരെ റയർ ആണ്. 30 to 34, 30 to 35, 31 to 35, 32 to 36 ആ ഒരു റേഞ്ചിലാണ് മിക്ക ഷിഫ്റ്റുകളുടെയും ഒരു ഗുഡ് അറ്റംപ്റ്റ് എന്നുള്ള സംഭവം വന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ ആ ഒരു എല്ലാ ഷിഫ്റ്റും ഒന്ന് അനലൈസ് ചെയ്ത സമയത്ത് അതിൻ്റെ എല്ലാ ഷിഫ്റ്റുകളുടെയും ആ ഒരു വാല്യൂ എടുത്ത് അതിലൊരു റേഞ്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചാണ് മോസ്റ്റ് ഓഫ് ദി ആളുകളുടെയും ഒരു ഗുഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്ന റേഞ്ച് എന്ന് പറയുന്നത്. 33 to 37, 31 to 35 ആണ് നമ്മുടെ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡും റീസണിലേക്ക് വരുമ്പോൾ മോസ്റ്റ് ഓഫ് ദി ആളുകളുടെയും ഒരു ഗുഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ തന്നെ നമ്മളൊന്ന് സം എടുക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നമുക്ക് ഇവിടെ തന്നെ ഈ നമ്പേഴ്സിനെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സം എടുക്കാം. ഇവിടെ നമുക്ക് ആ സം എടുത്ത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഇത് 64 വരുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണാം 30, 30, 60യും പിന്നെ നമുക്ക് അവിടെ നിന്ന് ആ ഒരു 12ഉം. സോ 60യും 12ഉം നിങ്ങൾക്ക് 72 വരുന്നുണ്ട്. നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, കട്ട് ഓഫ് ഒരിക്കലും 64 വരെ പോകത്തില്ല. നമുക്കറിയാം നമ്മൾ അവിടുത്തെ ഏറ്റവും മിനിമം ആണ് അത് എടുത്തേക്കുന്നത്. ഒരിക്കലും കട്ട് ഓഫ് 64 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് പോകത്തില്ല. ബിക്കോസ് നമുക്ക് കേരളത്തിലെ ലാസ്റ്റ് ഒരു 5 വർഷത്തെ കട്ട് ഓഫ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് അവിടെ വന്നിട്ടുള്ള മിനിമം കട്ട് ഓഫ് എന്ന് പറയുന്നത് 69 പോയിന്റ് സംതിങ് ആണ്. സോ നമുക്ക് ഈ വട്ടം കട്ട് ഓഫ് എന്തായാലും ആ ഒരു റേഞ്ചിൽ എന്തായാലും വരും എന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷെ നമുക്ക് ഈ പറയുന്ന കൂടുതലും ഒരു എന്താ പറയുക ചാൻസസ് എന്ന് പറയുന്ന റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ അറൌണ്ട് 72 എന്നുള്ള ഒരു നമ്പർ ആയിരിക്കും കൂടുതലും ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി പ്രീവിയസ് കട്ട് ഓഫ്സ് കൂടി വെച്ചുകൊണ്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് പ്രീവിയസ് കട്ട് ഓഫ് നമുക്കൊന്ന് മനസ്സിലാക്കാം. പ്രീവിയസ് കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ IPS RRB ക്ലർക്കിന്റെ നമ്മൾ മുമ്പുള്ള വർഷത്തെ കട്ട് ഓഫുകൾ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള കട്ട് ഓഫുകൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് 2021 നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 77 ആണ് പോയിട്ടുള്ളത്. അതുപോലെ 2022 നോക്കിയാൽ 76ഉം 2024 നോക്കി കഴിഞ്ഞാൽ എഗെയിൻ ഒരു 76ന്റെ അടുത്താണ് പോയത്, 75.75. പിന്നെ കുറച്ച് കുറവ് വന്നത് നമുക്ക് 2023 69.75 ആയിരുന്നു നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയ ഡാറ്റ അനുസരിച്ചുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത്. പിന്നെ തമിഴ്നാട് ആൻഡ് കർണാടക കൂടി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും കർണാടക ഒരു തമിഴ്നാടിൽ നിന്ന് അറ്റൻഡ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടിയാണ് ആ കട്ട് ഓഫ് കൂടി നമ്മളവിടെ കൊടുത്തത്. പക്ഷേ തൽക്കാലം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കേരള മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ 4 വർഷത്തെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും അവിടെ ഒരു 69ന്റെ താഴേക്ക് അല്ലെങ്കിൽ 70യുടെ താഴേക്ക് എന്ന് പറയുന്നത് തന്നെ വളരെ റെയർ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഈ വട്ടത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ഫാക്ടേഴ്സ് നമുക്ക് ഈ വട്ടത്തെ ഫാക്ടേഴ്സ് ഒന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ വേക്കൻസി നല്ല കൂടുതലാണ്. നമുക്ക് ഈ പറയുന്ന കഴിഞ്ഞ ഐ തിങ്ക് കഴിഞ്ഞ 5 വർഷത്തെ വേക്കൻസീസ് വെച്ച് കമ്പയർ ചെയ്താൽ പോലും നമ്മുടെ ഈ വട്ടത്തെ വേക്കൻസി വളരെ കൂടുതലാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ വേക്കൻസി നല്ലതായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കട്ട് ഓഫ് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, കുറയാൻ സാധ്യതയുണ്ട്. അത് ഒരു ഫാക്ട് ആണ്. ഇനി രണ്ടാമത്തെ ഒരു ഫാക്ട് നോക്കിക്കഴിഞ്ഞാൽ എക്സാം കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു, കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ എളുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ അറ്റംപ്റ്റ് ആളുകളുടെ കൂടുതലാണ്. നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതിൽ തന്നെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ വട്ടത്തെ ആ ഒരു RRB എക്സാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ആപ്റ്റിലേക്ക് കട്ട് ഓഫ് നമ്മൾ ഗുഡ് അറ്റംപ്റ്റ് നോക്കുമ്പോൾ അത് ഈ പറയുന്ന നമ്മുടെ 30യുടെ താഴെയും പോയിട്ടുണ്ട്. ഒരുപാട് പേരുടെയും 26 to 30യുടെ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വട്ടം എല്ലാ ഷിഫ്റ്റുകളും നോക്കുന്ന സമയത്ത് എല്ലാ ഷിഫ്റ്റുകളുടെയും ഒരു ഗുഡ് അറ്റംപ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം തന്നെ ഒരു 30യുടെ എബോവേ വന്നിട്ടുള്ളൂ. 30 to 36ന്റെ ഇടയ്ക്കാണ്, ഒരു വൈഡ് റേഞ്ച് എടുക്കുകയാണെങ്കിൽ 30 to 37ന്റെ ഇടയ്ക്കാണ് മിക്ക ആൾക്കാരുടെ അറ്റംപ്റ്റ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ എക്സാംസ് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. സോ അതെന്ത് ചെയ്യും, കട്ട് ഓഫ് കൂടാൻ നമുക്ക് ഒരു ഫാക്ടർ ആവും. വേക്കൻസി നമ്മുടെ കട്ട് ഓഫ് കുറയ്ക്കാൻ ഒരു ഫാക്ടർ ആവുമെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ വട്ടത്തെ എക്സാമിന്റെ ഒരു ലെവൽ അതെന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന കട്ട് ഓഫ് ഇൻക്രീസ് ചെയ്യാൻ ഒരു ഫാക്ടർ ആവും. സോ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഒരു ബാലൻസ് ചെയ്യുന്ന ഒരു ആംഗിളിലാണ് വന്നതെന്ന് വേണമെങ്കിൽ പറയാം. വേക്കൻസി കൂടി, പക്ഷേ എക്സാംസിന്റെ ലെവൽ കുറഞ്ഞു. അപ്പം ഈ പറയുന്ന ഒന്ന് നമ്മുടെ കട്ട് ഓഫ് കൂട്ടും, മറ്റേ നമ്മൾ കട്ട് ഓഫ് കുറയ്ക്കും എന്നൊരു ആംഗിളിലേക്കാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ കുറെ വർഷത്തെ കട്ട് ഓഫും ഇപ്പൊ ഈ പറഞ്ഞ പോലെ വേക്കൻസിയും എക്സാമിന്റെ ലെവലും ഓക്കെ, ഈ വട്ടം എക്സാം നടന്നതിന്റെ എക്സാമിന്റെ ഒരു ലെവൽ നമ്മൾ നേരത്തെ കണ്ട എക്സാമിന്റെ ഗുഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ലെവൽ എല്ലാം കൂടി നമ്മളൊന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം മനസ്സിലാവുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും താഴേക്ക് പോയാൽ ഓക്കെ, ഒരു എക്സ്ട്രീം സിറ്റുവേഷനിൽ ഏറ്റവും താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് പോകാൻ സാധ്യതയുള്ളത് ഈ പറഞ്ഞുള്ള 68 69 വരെയൊക്കെ നമുക്കത് പോകാൻ സാധ്യതയുള്ളൂ. പക്ഷേ ആ ഒരു റേഞ്ച് വരാൻ ഒരു സാധ്യതയില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. എന്നാൽ നമുക്ക് കഴിഞ്ഞ 5 വർഷത്തിന്റെ ഇടയ്ക്ക് ഒരിക്കൽ പോലും 68 വരെ പോയിട്ടില്ല, 69ന്റെ അബോവ് നിന്നിട്ടുള്ളൂ. ഓക്കെ, പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് കുറച്ച് താഴോട്ട് പോയാലും ഈ റേഞ്ചിലേക്ക് ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. ഏറ്റവും പോസിബിൾ റേഞ്ചിനെ കുറിച്ച് ഞാൻ പറയുവാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 72 to 75 ആണ് ഏറ്റവും പോസിബിൾ റേഞ്ച് എന്ന് പറയുന്നത്. നമ്മുടെ കൂടുതലും ഈ വട്ടത്തെ കട്ട് ഓഫിന്റെ ഒരു റേഞ്ച് വരാൻ സാധ്യതയുള്ളത് 72 to 75 ആണ്. ഇച്ചിരി താഴോട്ട് പോയാലും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ 71 വരാം. പക്ഷേ ഈ ഒരു 70യുടെ താഴേക്ക് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ബിക്കോസ് പറഞ്ഞ പോലെ തന്നെ വേക്കൻസി കൂടുതലാണെങ്കിലും എല്ലാവരുടെയും അറ്റംപ്റ്റും കൊള്ളാം, നല്ല അറ്റംപ്റ്റ് ആണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു 68 69 എന്നുള്ളൊരു ഫാക്ട് നമുക്ക് എക്സാം കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു കട്ട് ഓഫ് 68 69 ആ റേഞ്ചിൽ പോകുമെന്ന് പറയാമായിരുന്നു. പക്ഷേ എല്ലാവരുടെയും അറ്റംപ്റ്റ് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന 72 to 75 ആണ്. നമുക്ക് അവിടെ മേളത്തെ ആ പ്രീവിയസ് കട്ട് ഓഫ് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. ഈ 75 76 77 അതാണ് യൂഷ്വലി വന്നിട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത്. ഒരു വട്ടം മാത്രമാണ് ഒരുപാട് താഴേക്ക് പോയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വട്ടം നമുക്ക് ഈ പറയുന്ന പോലെ വേക്കൻസീസ് കൺസിഡർ ചെയ്യുന്ന സമയത്തായാലും എക്സാമിന്റെ ലെവൽ കൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാലൻസ് ആംഗിളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 72 to 75 ആണ് കൂടുതലും ഒരു എക്സ്പെക്ടഡ് റേഞ്ച് എന്ന് പറയുന്നത്. ഒരു അഗ്രസീവ് ആംഗിളിലേക്ക് പോയി കഴിഞ്ഞാൽ 77 വരെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ 77 വരെ പോകാൻ സാധ്യത കുറവാണ്, ബിക്കോസ് അഗെയിൻ വേക്കൻസി കൂടുതലായതുകൊണ്ട്. ഓക്കെ, സോ നമുക്ക് മനസ്സിലാവുന്ന കഴിഞ്ഞ കുറെ വർഷത്തെ ഈ ഒരു ഡാറ്റാസും ഈ പറഞ്ഞ ഈ വർഷത്തെ എക്സാം നടന്ന ഡാറ്റാസും എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വട്ടത്തെ ഒരു എക്സ്പെക്ടഡ്, ഒരിക്കലും ഇത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഈ പറഞ്ഞ എക്സ്പെക്ടഡ് റേഞ്ച് എന്ന് പറയുന്നത് 72 to 75 ആണ്. സോ അത്യാവശ്യം നല്ലൊരു അറ്റംപ്റ്റ് കൊടുത്തവർ ഡെഫിനറ്റ്ലി മെയിൻസിന് എക്സാംസിന് വേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മെയിൻസ് എക്സാംസിന് വേണ്ടി നേരത്തെ പ്രിപ്പയർ ചെയ്തു തുടങ്ങുന്നത്. സോ അതുകൊണ്ട് തന്നെ ലൈക്ക് ഞാൻ നേരത്തെ
ഇപ്പം വെച്ച് പറയുകയാണെങ്കിൽ ഒരു 70ന്റെ മേളിൽ ഒരു 68ന്റെ മേളിലൊക്കെ അത്യാവശ്യം നല്ല അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മെയിൻസ് എക്സാംസിന് വേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പൊ ആദ്യമായിട്ട് പഠിച്ച് തുടങ്ങിയ ഒരുപാട് പേര് കാണും. അവരൊക്കെ ഈ വട്ടം ആദ്യമായിട്ടായിരിക്കും ജസ്റ്റ് പോയി എഴുതുന്നത്. എന്താ അവരുടെ സിലബസ് പോലും കവർ ആയിട്ടുണ്ടായിരിക്കത്തില്ല. ജസ്റ്റ് പഠിച്ചു തുടങ്ങിയവരോ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങി 1-2 മാസമായവരോ ഒരു സിലബസ് ഒരു 50-70% മാത്രം കവർ ചെയ്തവരോ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ വട്ടം പോയവർക്ക് അവർക്ക് അത്രയും നല്ല അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റി കാണത്തില്ല. പക്ഷെ നിങ്ങൾ അത് നെഗറ്റീവായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇനി ഈ എക്സാംസ് ഒക്കെ തന്നെ വീണ്ടും അടുത്ത വർഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എൻ്റെ എക്സാംസിൽ വന്ന ചേഞ്ചസിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷം തൊട്ട് നിങ്ങൾക്കറിയാം, ഇനി തൊട്ട് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് SBI ആയിരിക്കും ആദ്യമേ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും പോയിട്ടില്ല. നമുക്ക് ഈ പറഞ്ഞ അടുത്ത വർഷം തുടക്കത്തോടെ നമുക്കൊരു മേ ബി അടുത്ത വർഷം തുടക്കത്തിൽ ഒരു 3 to 5 മന്ത്സിനകത്ത് തന്നെ SBI ക്ലർക്കിന്റെ SBI POയുടെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ അടുത്ത വർഷം തൊട്ട് SBI PO ആദ്യം നടക്കും, SBI ക്ലർക്ക് അതിനുശേഷം പിന്നെ IBPS ക്ലർക്കും POയും ക്ലർക്കും അതിനുശേഷം RRB POയും ക്ലർക്കും, അങ്ങനെയാണ് ആ ഒരു ഓർഡർ പോകുന്നത്. സോ എങ്ങനെയായാലും അടുത്ത വർഷം തുടക്കത്തിൽ ഒരു 3 to 5 മന്ത്സിനകത്ത് തന്നെ നമുക്ക് SBI ക്ലർക്കും SBI POയുടെയും നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ എത്രയും പെട്ടെന്നൊക്കെ സിലബസ് കവർ ചെയ്തിട്ട് ആ ഒരു എക്സാംസിന് വേണ്ടി എക്സാംസിന് വേണ്ടിയുള്ള ഒരു എന്താ പറയുക മോക്ക് ടെസ്റ്റ്, ഫൈനൽ പ്രിപ്പറേഷൻ അത് സ്റ്റാർട്ട് ചെയ്യുക, അത് നല്ലപോലെ ചെയ്യുക എന്ന് നമുക്ക് പറയാം. ഈ വട്ടം ചെയ്ത സമയത്ത് നിങ്ങൾ മനസ്സിലാക്കിയ, നിങ്ങൾ അനലൈസ് ചെയ്ത മിസ്റ്റേക്കുകൾ, നിങ്ങൾക്ക് മനസ്സിലാക്കിയ മിസ്റ്റേക്കുകളൊക്കെ തന്നെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ്. അടുത്ത വട്ടത്തേക്ക് നമുക്ക് ഈ വട്ടം പലർക്കും തോന്നിയിട്ടുണ്ടായിരിക്കും ഇത് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു, നേരത്തെ തന്നെ ഇത് കേട്ടതായിരുന്നു, പക്ഷെ ചെയ്യാൻ പറ്റിയില്ല, സത്യമുള്ള സമയം കിട്ടിയില്ല, പക്ഷെ സിലബസ് തീർന്നില്ല, അങ്ങനെയൊക്കെ ഒരു ഫാക്ടേഴ്സ് ഒക്കെ ഫേസ് ചെയ്ത ആൾക്കാർ അടുത്ത വട്ടത്തെ എക്സാംസിന് വേണ്ടി ഇപ്പോഴേ നേരത്തെ പഠിച്ചു തുടങ്ങുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അതൊക്കെ കറക്റ്റ് ചെയ്യാനുള്ളൊരു സമയമുണ്ട്. ബിക്കോസ് അടുത്ത ബാങ്കിന്റെ എക്സാംസ് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ SBI ക്ലർക്ക് SBI PO ആയിരിക്കും വരാൻ പോകുന്നത്. അതിനുവേണ്ടി അത്യാവശ്യം നിങ്ങൾക്കൊരു 3 to 5 മന്ത്സ് ടൈം എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മുടെ ഈ പറഞ്ഞ ബാങ്ക് എക്സാംസിന്റെ കലണ്ടറും ജനുവരിയിൽ വരും. ഇപ്പോൾ ജനുവരി കലണ്ടർ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലിയർ ഐഡിയ കിട്ടും എപ്പോഴേക്കായിരിക്കും നമ്മുടെ IBPSഉം RRBയുടെ എക്സാംസും രണ്ടും എപ്പോഴേക്കായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് SBIയുടെ എക്സാംസ് വരും എന്നുള്ളതൊക്കെ നമുക്ക് ഏകദേശം ഡേറ്റ് നമുക്ക് ക്ലിയർലി മനസ്സിലാവും. അത് നമ്മൾ ഇവിടെ ഈ ഒരു ചാനൽ വഴി ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് വന്ന ഉടനെ അപ്ഡേറ്റ്സ് നിങ്ങളായിട്ട് ഉറപ്പായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ കലണ്ടർ വരാൻ പോവാണ്. SBI PO SBI ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻസ് അടുത്ത 3 to 5 മന്ത്സിന്റെ ഇടയ്ക്ക് വരാൻ പോവാണ്. SBIയുടെ ചെയർമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് 16,000 ആൾക്കാരെയാണ് റിക്രൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ബിക്കോസ് 200 to 300 ബ്രാഞ്ചുകൾ അവർ പുതുതായിട്ട് ഓപ്പൺ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഫ്യൂ ഡേയ്സ് ബാക്ക് നമ്മുടെ ഡിസംബർ 10 നടന്ന ഒരു ഇന്റർവ്യൂവിൽ ദി ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂവിൽ നമ്മുടെ SBIയുടെ ചെയർമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മൈൻഡിൽ വെച്ചുകൊണ്ട് അടുത്ത വർഷം തുടക്കത്തോടെ ഒരു പുതിയൊരു ഇയർ, അതുപോലെ തന്നെ ഒരു പുതിയ സ്റ്റാർട്ട് എന്ന ആംഗിളിൽ തന്നെ നിങ്ങൾ ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ കുറച്ചുകൂടി നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരും നല്ലപോലെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഒരുപാട് ഓപ്പർച്യൂണിറ്റി വെയിറ്റിംഗ് ആണ്. പിന്നെ ഈ പറഞ്ഞ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നവരാണെങ്കിലും നമുക്ക് നിങ്ങളൊരു ബാച്ചസിന്റെ കൂടെ ഒക്കെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയും എൻട്രിയിലും IBPS RRBക്കും ബാങ്ക് എക്സാംസിനൊക്കെ വേണ്ടി, IPS RRB മാത്രമല്ല ബാങ്ക് എക്സാംസിനൊക്കെ വേണ്ടിയും, ഈവൻ നിങ്ങൾ ആരെങ്കിലും SSC റെയിൽവേ എക്സാംസ് നോക്കുന്നെങ്കിൽ അതിനും നമുക്കിവിടെ ബാച്ചസ് ഉണ്ട്. പിന്നെ മോർ ഓവർ നമ്മുടെ വർഷാവസാനം ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പം എൻട്രിയിലെ ഫ്യൂച്ചർ ഫെസ്റ്റ് നടക്കുകയാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ വർഷത്തിലെ ഏറ്റവും നമുക്കറിയാം, നമ്മുടെ പുതിയ വർഷത്തേക്ക് കടക്കുമ്പോഴാണ് ഒരുപാട് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്, ഒരുപാട് പുതിയ സ്റ്റാർട്ട് എന്നൊക്കെ ഒരു ആംഗിളിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ ഒരുപാട് പേരുടെയും ആ ഒരു ഇതിലേക്ക് വരുന്ന ഒരു ഗോളാണ് അടുത്ത വർഷം എക്സാംസ്, ഗവൺമെന്റ് എക്സാംസ് ക്ലിയർ ചെയ്യണം, പ്രിപ്പയർ ചെയ്ത് അത് ക്ലിയർ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് അങ്ങനത്തെ കുറെ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ഒരു സമയം കൂടിയാണ്. സോ അവർക്ക് വേണ്ടി നമ്മുടെ ഈ വർഷത്തിലെ ഏറ്റവും എന്താ പറയുക ഇമ്പോർട്ടന്റ് ഓഫറാണ് ഈ ഒരു ഫ്യൂച്ചർ ഫെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് SSC ആയാലും ബാങ്ക് ആയാലും റെയിൽവേ എക്സാംസ് ആയാലും ഇതിനൊക്കെ വേണ്ടിയുള്ള ഫൗണ്ടേഷൻ ബാച്ചസ് ഒക്കെ ഉണ്ട്. അതിലേക്കൊക്കെ തന്നെ നിങ്ങൾക്ക് 40% ഇപ്പം ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നിങ്ങൾക്ക് ആ കോഴ്സസിലൊക്കെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഗോൾഡ് ബാച്ചസിലേക്കൊക്കെ ജോയിൻ ചെയ്യുവാണെങ്കിൽ അവർക്ക് അവിടെ റെക്കോർഡ് ക്ലാസ്സസ് കാണും, ലൈവ് ക്ലാസ്സസ് കാണും. അപ്പോൾ നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് അതിലൊക്കെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്, ഈ പറഞ്ഞ ലൈവ് ക്ലാസ്സസ് ഈവനിങ് ആയിരിക്കും പോകുന്നത്. റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ തന്നെ ആണെങ്കിൽ നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കൂടാതെ അവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് കാണും, കോഡ് ടോപ്പിക് ഡിസ്കഷൻസ് കാണും, നിങ്ങൾക്കൊരു ഷെഡ്യൂൾ കാണും, എന്ന് ക്ലാസ് തുടങ്ങുന്നു, ഓരോ ദിവസം എന്തൊക്കെയാണ് പോകുന്നത്, അത് എന്ന് വരെ പോകും എന്നുള്ള ഒരു ഷെഡ്യൂൾസ് ഒക്കെ നിങ്ങൾക്ക് കാണും. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ മെന്റേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. പിന്നെ ഇത് കൂടാതെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആയാലും മോക്ക് ടെസ്റ്റുകളായാലും ബുക്കുകളായാലും അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ തന്നെ ആപ്പിൽ AI സപ്പോർട്ട്, ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാം നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി. സോ അതിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7736122215 എന്നുള്ള ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ച് ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തു തുടങ്ങാം. സോ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അറിയാവുന്ന
ക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഡെഫിനറ്റ്ലി അവർക്ക് ഒരു കരിയർ പാത്ത് കാണിച്ചു കൊടുക്കുന്ന പോലെ ആയിരിക്കും അതും. സോ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നവർക്ക് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നല്ലൊരു സ്റ്റാർട്ട് ആവട്ടെ. അതുപോലെ ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അടുത്ത വർഷം നിങ്ങൾക്ക് ഏറ്റവും നല്ലപോലെ വരാതിരിക്കുന്ന എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. നല്ലൊരു പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഇപ്പോൾ എക്സാം എഴുതിയിട്ടുള്ളവരും നിങ്ങളൊരു നല്ല അറ്റംപ്റ്റ് കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും മെയിൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഒട്ടും ലാഗ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. അപ്പോൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.